24 ഇലക്ഷൻ ബ്രേക്ക് പ്രധാനപ്പെട്ടതാണ്. നന്നാവും. യെസ്. ഈ ബ്രേക്ക് വരുന്നത് കൊല്ലത്ത് നിന്നാണ്. BJP ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തിരിക്കുകയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥിയായ G. കൃഷ്ണകുമാർ. തൻ്റെ പോസ്റ്റ് വിതരണം ചെയ്യുന്നില്ല. പ്രചാരണ രംഗത്ത് ജില്ലാ നേതൃത്വം നിസ്സഹകരണം കാട്ടുന്നു. ഇതൊക്കെയാണ് കൃഷ്ണകുമാറിൻ്റെ പരാതി. പരാതിക്ക് പിന്നാലെ RSS ഇടപെട്ടു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയെന്നാണ് കൊല്ലം ബ്യൂറോ പറയുന്നത്. BJP ജില്ലാ നേതൃത്വത്തെ ഞെട്ടിച്ചാണ് കൃഷ്ണകുമാർ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇതോടെ തുടങ്ങിയതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിസ്സംഗത. സ്ഥാനാർത്ഥി നിർണയം വൈകിയതിനാൽ പോസ്റ്ററുകൾ അച്ചടിക്കാൻ താമസം ഉണ്ടെന്നായിരുന്നു തുടക്കത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ വാദം. ഇതോടെ കൃഷ്ണകുമാർ സ്വന്തമായി പോസ്റ്ററുകൾ തയ്യാറാക്കി. എന്നാൽ ഇത് വിതരണം ചെയ്യാൻ ജില്ലാ നേതൃത്വം തയ്യാറായില്ല. പുതിയ പ്രിന്റിംഗ് ഓർഡറുകൾ നൽകിയതുമില്ല. താൻ സ്വന്തം നിലയ്ക്ക് അച്ചടിച്ച പോസ്റ്ററുകൾ പോലും ജില്ലാ നേതൃത്വം വിതരണം ചെയ്യുന്നില്ല. ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൃഷ്ണകുമാർ സംസ്ഥാന നേതൃത്വത്തിനെ പരാതി അറിയിച്ചത്. പരാതി ബോധ്യപ്പെട്ട RSS കൊല്ലത്തെ ജില്ലാ നേതൃത്വത്തെ കൊണ്ട് പണിയെടുപ്പിക്കാനായി സംയോജകനെ ചുമതലപ്പെടുത്തി. BJP മത്സരിക്കുന്ന കൊല്ലം മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രത്യേകയാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്നായിരുന്നു വിവരം. ഇതിനെ വെട്ടിയാണ് പാർട്ടി നേതൃത്വം നടൻ കൂടിയായ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിലുള്ള അതൃപ്തിയാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിസ്സംഗതയ്ക്ക് കാരണമെന്നാണ് വിവരം. മോദി ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ച കടുത്ത ചൂടിലും മണ്ഡലത്തിൽ സജീവമാകാൻ കൃഷ്ണകുമാർ ശ്രമിക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ കൃഷ്ണകുമാറിനെ കാലുവാരാൻ ശ്രമിക്കുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. എന്തായാലും അവര് നമ്മളത് കമന്റ് ചെയ്യുന്നില്ല, അവര് തന്നെ പരിഹരിക്കട്ടെ അല്ലേ. ഈ വിജയകുമാർ തെയ്യഞ്ചാരി സോങ്സിൽ നിന്ന് ആ ഐഡിയിൽ നിന്നൊരു ചോദ്യം. ഇന്നലെ ഡൽഹി രാംലീല മൈതാനത്ത് നിങ്ങൾ 24-നെ കണ്ടില്ലല്ലോ. ഞാൻ അവിടെ ഒക്കെ പരതി എന്നാ പറഞ്ഞത്. നിങ്ങൾ എവിടെ പരതി? മുഴുവൻ സംഘവും അവിടെ ഉണ്ടായിരുന്നു. അയ്യോ, നമ്മുടെ ഒരു 2 വാർത്താ സംഘം അവിടെ ഉണ്ടായിരുന്നു. പരതിയത് ശരിയായ സ്ഥലത്തല്ല പരതിയത്. ഇനി പരതുമ്പോ ശ്രദ്ധിക്കുക അല്ലേ. അതന്നെയല്ലേ നമ്മുടെ ഇന്നലെ എൻകൗണ്ടർ അതായിരുന്നു. വളരെ വിശദമായ രാംലീല മൈതാനത്ത് ഏറ്റവും വലിയ ദേശീയ വാർത്തയായിരുന്നു അത്. അത് അർഹിക്കുന്ന രീതിയിലും ഒരുപക്ഷെ അർഹിക്കാത്ത രീതിയിലും ഒക്കെ നമ്മളത് കവർ ചെയ്തിരുന്നു.